കഴിഞ്ഞ വീഡിയോയിൽ വാർഡ്രോബ് അറേഞ്ച് ചെയ്ത് വെച്ചതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓരോന്നും എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് വെക്കേണ്ടതെന്നൊരു ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷോൾ എങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം അലങ്കോലല്ലാണ്ട് നല്ല വൃത്തിയിൽ നമുക്ക് ഷോൾ വെക്കാൻ പറ്റും ഷെൽഫിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളൊരു ഷോൾ എടുത്തിട്ട് അത് നേർപകുതിയായിട്ട് മടക്കുക, 2 മടക്ക്. ആ 2 മടക്കിൽ നിന്നും പിന്നെ 4 മടക്കിലേക്ക്, അതായത് സെൻറ്ററിൽ നിന്ന് അതും നേർപകുതിയായിട്ട് മടക്കിയിട്ടെടുക്കുക. ഇനി അതിൻ്റെ പകുതി മടക്കുക. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ചെയ്യേണ്ടത് മുകൾ ഭാഗമില്ലേ, മുകൾ ഭാഗം എന്ന് പറയുമ്പം താഴെ കാണുന്നില്ല ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഷോളിൻ്റെ. മുകളിൽ ഓപ്പൺ അല്ല, ക്ലോസ് ആയിട്ടുള്ള പോർഷനാണ് വരുന്നത്. അത് കാൽഭാഗം ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് മടക്കുക. ലാസ്റ്റ് അതാ ഒരു പോക്കറ്റ് പോലെ ഉണ്ടാവും, നമ്മൾ മടക്കി കൊടുത്ത ഭാഗമില്ലേ, അത് നേരെ മറിച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ വെക്കുന്നത് ഒരു റാക്കിലാണ്. റാക്കിൽ എങ്ങനെ വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം, അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്. റാക്കില്ലാത്തവർ ഇങ്ങനെ അട്ടി വെക്കുമ്പം ചിലപ്പോൾ വീണാലൊക്കെ നമ്മൾ മടക്കി വെച്ച ഡ്രസ്സ് അലങ്കൂലാവുമല്ലേ. പക്ഷെ ഇങ്ങനെ മടക്കിയാൽ അങ്ങനെ വീണാൽ ആദ്യം നമ്മൾ മടക്കേണ്ട ആവശ്യമൊന്നും വരില്ല. കാരണം ഇതിങ്ങനെ വെച്ചുകൊണ്ട് എന്നെ എത്ര തട്ടിയാലും തിളക്കൂല, നമ്മൾ തന്നെ കൈകൊണ്ട് ദൂരി എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റാക്കാണ് ഷെൽഫിൽ വെച്ചിട്ടുള്ളത്. അതൊരു 3-4 ഒരു സ്റ്റാൻഡ്, അതിൽ 3-4 റാക്കായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അത് ഷോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. കണ്ട, ഇതൊരു ട്രിക്കാണ്. അല്ലാണ്ട് വേറെ തരത്തിലും മടക്കാനുള്ള ഒരു ടിപ്പും കൂടെ പറയാനുണ്ട്. നമ്മൾ എൻ്റെ ഷെൽഫിൻ്റെ ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന ടൈപ്പ് ഒരു കമ്പി പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ ആടെയായിരുന്നു ആദ്യം കുറേ ഷാൾ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പം ഞാൻ കുറച്ച് ഷാൾ റാക്കിൽ വെച്ചത് കണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ബാലൻസ് ചെയ്യുന്ന 2-3-4 ഷോള് ഞാൻ ഈ ഷെൽഫിൻ്റെ, അതായത് ഡോറിനില്ല ആ കമ്പിക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് വെക്കുന്നത്. നേർപകുതിയാക്കി എടുക്കുക ഷോള്, എന്നിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ടോപ്പിൽ ഞാൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടാവും. അങ്ങനെ പിടിച്ചിട്ട് പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുത്തിട്ട് കണ്ട അത് അതിൻ്റെ ഇടയിലേ ഇട്ട് കൊടുക്കുക. എൻ്റെ ഷോളിൻ്റെ അറ്റം ഭാഗം എടുത്ത് കൊണ്ടുവന്നിട്ട് ആ ഹോളിലെ ഇട്ടിട്ട് നമ്മളത് ഇളക്കുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞു വരും. അപ്പോൾ നല്ല നീറ്റായിട്ട് നിൽക്കും. അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴെ ഞാൻ മടക്കി വെച്ചതും പിന്നെ ഇപ്പുറം ഡോറിലേക്ക് കാണുന്നത് ഇത് 4-5 ഷോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് വാർഡ്രോബ് അറേഞ്ച് ചെയ്യുമ്പം ഷോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടല്ലോ, മുമ്പ് ഇങ്ങനെയായിരുന്നു. അതായത് ഞാൻ റാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറേ സാധനങ്ങൾ മടക്കി വെച്ചാലും കുറയുമ്പോൾ ഓരോന്ന് എടുക്കുമ്പോൾ അലങ്കോലൊക്കെ കുളവും. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഇടുന്ന സാധനമൊക്കെ മാറ്റിയിട്ട് ആ റാക്കട വെച്ച് കൊടുത്തു. റാക്കട വെച്ച് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടില്ല സംഭവം കാണുന്നത്. അതിൽ ബ്ലൗസ് ഉണ്ട്, പിന്നെ ഷോൾ, അങ്ങനെ ഓരോന്ന് ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ, അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഷോളിനാണ് ഞാൻ കാണിച്ചത്. അപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് കണ്ട വ്യത്യാസം മനസ്സിലാവും, നീറ്റായിട്ട് എങ്ങനെ നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കുക. നല്ല നീറ്റായിട്ട് നമുക്ക് അടുക്കം ചുറ്റോടെ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും വണക്കം, ബൈ, അച്ചു. പിന്നെ ഒരു കാര്യം നമുക്ക് പറയാൻ വിട്ടുപോയി. ഈ നമ്മൾ ബെൽറ്റ് ഇത് കണക്കെ നമ്മളെ വാർഡ്രോബിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ. ചുരുട്ടാനും നീട്ടാനും ഈ ചുരുട്ടി വെക്കുമ്പോൾ അത് ചുരുട്ടിയെടുക്കാൻ പണിയല്ലേ. എന്ത് ചെയ്യാന്നറിയോ, ഇതുപോലൊരു ഹുക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ കാണിച്ച ആ ഹുക്ക് അതിൻ്റെ ഡോറിനാണ് ഞാൻ ഒട്ടിച്ചിട്ട് വെച്ചിട്ടില്ലേ, ഷോൾ വെച്ച ആ സൈഡിൽ തന്നെ. അതിന് എന്നിട്ട് ഞാനത് തൂക്കി കൊടുക്കുകയോ ചെയ്തതിന് ബെൽറ്റ്. അപ്പം ബെൽറ്റ് നമുക്ക് ഈ ചുരുട്ടി എടുത്ത് വെക്കുന്ന പണി അതിൽ നിന്ന് ഒഴിവാകും. ഇതാകുമ്പോൾ നീറ്റായിട്ട് ഈ നമ്മളെ വാർഡ്രോബിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ വണക്കം, ബൈ, അച്ചു.